അദ്ദേഹം അങ്ങനെ ക്ഷേത്രം തകർത്തു നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെയും വസ്തുതകളുടെയും ഒന്നും അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം അദ്ദേഹത്തിന്റെ മതവിശ്വാസം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് നമസ്കരിക്കുന്നതിനും വിശ്വാസത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം പള്ളി പണിതത് എങ്കിൽ ഒരിക്കലും ആ പള്ളിയിലുള്ള നമസ്കാരം അത് പിടിച്ചുപറിച്ച ഭൂമിയിലാണെങ്കിൽ, മറ്റൊരാളുടെ ആരാധനാലയം തകർത്ത ഭൂമിയിലാണെങ്കിൽ അതൊരിക്കലും സാധുവാകില്ല എന്ന് വിശ്വസിക്കുന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരൻ അവിടെ ക്ഷേത്രം തകർത്തിട്ട് പള്ളി വെച്ചു എന്ന് പറയാൻ സാധിക്കുക? അമർചിത്ര കഥകളിലും സീരിയലുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള കഥകൾ നിരന്തരമായി പ്രചരിപ്പിച്ച് ജനങ്ങളുടെ സാമാന്യ ബോധം ഇത്തരത്തിലുള്ള കെട്ടുകഥകളിലും ഊഹാപോഹങ്ങളിലും അടിസ്ഥാനപ്പെടുത്തി രൂപീകരിക്കാം എന്ന് അവര് തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ബാബരി മസ്ജിദിന്റെ തകർച്ചയും ഗാന്ധിവധവും സമാനമായ രണ്ട് സംഭവങ്ങളായിരുന്നു. ആ ബാബരി മസ്ജിദിന്റെ ധ്വംസനവും മഹാത്മാഗാന്ധിയുടെ വധവും മുസ്ലിം വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുണ്ടായതാണ്. ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയായി മാറിയത്. നമ്മുടെ രാജ്യത്തിന് വികസനം ഉണ്ടാകണമെങ്കിൽ വലിയ ഭരണഘടന ഉണ്ടാകണമെന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് ശക്തിയായ അമേരിക്കയുടെ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന. ഭരണഘടന ചെറുതായതുകൊണ്ട് അമേരിക്കക്ക് പുരോഗതി ഉണ്ടാകാതിരിക്കുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലിഖിതമായ ഭരണഘടന തന്നെ ഇല്ലാത്ത എത്രയോ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെയും പുരോഗതി, സമ്പൽ സമൃദ്ധി ഒക്കെയും വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും റെപ്രസെന്റ് ചെയ്ത് എല്ലാവരെയും പ്രതിനിധീകരിച്ചിട്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന. ഏകദേശം 3 വർഷത്തോളം, 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനാ ശില്പികൾ, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ദിവസങ്ങളെടുത്ത് രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരിക്കുന്നത്. ആ ഭരണഘടനയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ മോഹനമായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവ്വപിതാക്കളായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് ജീവിതവും ജീവനുമൊക്കെ സമർപ്പിച്ച മുന്നോറുകൾ സ്വപ്നം കണ്ടത്. ദൗർഭാഗ്യവശാൽ ആ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഒന്നാമത്തെ ഭീകരാക്രമണം എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ വധമായിരുന്നു. ഗാന്ധിജി ബിർള ഹൗസിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന അവസരത്തിൽ പൂനെയിൽ നിന്ന് വന്ന ബ്രാഹ്മണ മതവിഭാഗത്തിൽപ്പെട്ട 2 പേർ മതഭ്രാന്ത് തലക്കു പിടിച്ചിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യത്തിന്റെ പ്രസക്തിയും അദ്ദേഹം പ്രശോഭിപ്പിച്ച പ്രകാശത്തിന്റെ വലിപ്പവും മനസ്സിലാകാതെ ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി. ലവലേശം പോലും കുറ്റംബോധമില്ലാതെയാണ് മഹാത്മാഗാന്ധി അവരവസാനിപ്പിച്ചത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന പൂണക്കാരനായ ബ്രാഹ്മണൻ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുറ്റവിചാരണ വേളയിൽ ഒരിക്കൽ പോലും അദ്ദേഹം ഗാന്ധിജിയെ കൊന്നുകളഞ്ഞതിൽ എന്തെങ്കിലും മനസ്താപമുള്ളതായിട്ട്, പശ്ചാത്താപമുള്ളതായിട്ട് എവിടെയും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഗാന്ധിയെ വധിക്കുന്നതിനു വേണ്ടി എനിക്ക് മരണം വരിക്കേണ്ടി വന്നാലും അത് അഭിമാനകരമായൊരു പ്രവൃത്തിയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ഒരു മനുഷ്യനാണ് നാഥുറാം വിനായക് ഗോഡ്സെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ രാജ്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച ഭരണഘടനയുടെ ഏറ്റവും നഗ്നമായ ലംഘനത്തിന്റെ, ഭരണഘടനയെ തൃണവത്കരിച്ചുകൊണ്ട് മഹാത്മജി എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ ഇടനെഞ്ചിന്റെ നേരെ 3 തവണ തോക്കുയർത്തി വെടിവെച്ച നാഥുറാം വിനായക് ഗോഡ്സെയുടെ അതേ ആദർശത്തെ പിന്തുടരുന്നവർ തന്നെയാണ് 1992 രാജ്യത്തെ 2ാമത്തെ ഭീകരാക്രമണമെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് പിന്നിലും പ്രവർത്തിച്ചത്. ബാബരി മസ്ജിദിന്റെ തകർച്ചയും ഗാന്ധിവധവും സമാനമായ 2 സംഭവങ്ങളായിരുന്നു. ആ ബാബരി മസ്ജിദിന്റെ ധ്വംസനവും മഹാത്മാഗാന്ധിയുടെ വധവും
മുസ്ലിം വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുണ്ടായതാണ്. ഞാനിത്ര വ്യക്തമായി കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ഇതൊരു വർഗീയ സ്വഭാവത്തിലുള്ള പ്രഭാഷണമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും തെറ്റിദ്ധരിക്കുവാൻ പാടില്ല. കാരണം ഇത്തരത്തിൽ മതത്തെ ചൂഷണം ചെയ്യുകയും മതത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായി മതവുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമുണ്ടാകില്ല എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇപ്പോ മസ്ജിദ് ധ്വംസനങ്ങളുടെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ അയോധ്യ സിർഫ് ജാൻകി ഹേ, കാശി മധുര ബാക്കി ഹേ എന്നാണ് സംഘപരിവാര പിണിയാണുകൾ മുദ്രാവാക്യം വിളിച്ചത്. അവരുടെ മുദ്രാവാക്യത്തിലെ ബാബരി കഴിഞ്ഞാൽ അയോധ്യയിലെ രാമക്ഷേത്രം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ലക്ഷ്യമായി പരിചയപ്പെടുത്തുന്നത് കാശി മധുരയിലെ വിശ്വനാഥ ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചു എന്ന് അവർ കെട്ടുകഥകൾ ഉയർത്തിയിട്ട് വാദിക്കുന്ന ഗ്യാൻവാബി മസ്ജിദിനെ ധ്വംസിക്കുകയും ക്ഷേത്ര വികസനം നടത്തുകയും വേണം എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ക്ഷേത്ര വികസനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്യാൻവാബി മസ്ജിദ് തകർക്കുക എന്നുള്ളതാണ് പുതുതായി മുന്നോട്ട് വച്ചിരിക്കുന്ന ലക്ഷ്യം. അമർചിത്ര കഥകളിലും സീരിയലുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള കഥകൾ നിരന്തരമായി പ്രചരിപ്പിച്ച് ജനങ്ങളുടെ സാമാന്യ ബോധം ഇത്തരത്തിലുള്ള കെട്ടുകഥകളിലും ഊഹാപോഹങ്ങളിലും അടിസ്ഥാനപ്പെടുത്തി രൂപീകരിക്കാം എന്ന് അവര് തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. രാജ്യത്തൊരു ഭരണഘടനയുണ്ട്, രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെയോ ഭരണഘടനയോ തെല്ലും വകവെക്കാത്ത തരത്തിലുള്ള പ്രവണതകളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കെട്ടുകഥകളും ഊഹാപോഹങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജ്യത്ത് നിയമങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ രാജ്യത്തിലെ നിയമങ്ങൾക്ക് പിന്നെ എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോ ഇവിടെ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളക്കഥ എന്ന് പറയുന്നത് വിക്രമാദിത്യ രാജാവ് നിർമ്മിച്ച കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഔറംഗസീബ് തകർത്തു, അവിടെ പള്ളി പണിതു എന്നുള്ള ഒരു കള്ളക്കഥയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1669 ഔറംഗസീബ് പള്ളി നിർമ്മിച്ചത് എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ബാബരി മസ്ജിദ് പോലെ തന്നെ ഏറെക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് സംഘപരിവാരം ഏറ്റെടുക്കുന്നത്. 1990 വരെ സംഘപരിവാറിന്റെ അജണ്ടയിൽ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നേയില്ല. മഹാത്മാഗാന്ധി ഒരിക്കൽ RSSന്റെ കാര്യാലയം സന്ദർശിച്ചു പത്രേ. RSSന്റെ കാര്യാലയത്തിന്റെ ഓഫീസിന്റെ ചുവരിൽ എല്ലാ ദൈവങ്ങളുടെയും ചിത്രമുണ്ട്, ശ്രീരാമന്റെ ചിത്രം മാത്രമില്ല. ഗാന്ധി ചോദിച്ചു, എന്തുകൊണ്ടാണ് ശ്രീരാമന്റെ ചിത്രം നിങ്ങളുടെ ഓഫീസിന്റെ ചുമരിൽ പതിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ RSSന്റെ സർസംഘ് ചാലക് ഗാന്ധിയോട് പറഞ്ഞത്, സ്ത്രൈണത മുറ്റിയ രാമനെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ചരിത്ര പുസ്തകങ്ങൾ പരതി നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. ബാബരി മസ്ജിദിനെ പോലെ തന്നെ പിൽക്കാലത്ത് സംഘപരിവാറിന്റെ അജണ്ടയിലേക്ക് കടന്നു വന്ന ഒരു മസ്ജിദാണ് കാശി വിശ്വനാഥ സമീപത്തിന്റെ തൊട്ടുരുമ്മിയിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്യാൻവാബി എന്ന് പറയുന്ന മസ്ജിദ്. 1669 ഔറംഗസീബ് നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗ്യാൻവാബി എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം വിജ്ഞാനത്തിന്റെ കിണർ എന്നാണ്. വാരാണസിയിലാണത് സ്ഥിതി ചെയ്യുന്നത്. വാരാണസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാരൺ, ആസി തുടങ്ങിയ രണ്ടു ഘാട്ടുകൾക്കിടയിലുള്ള പ്രദേശമാണ് വാരാണസി. ആ വാരാണസിക്ക് ബനാറസ് എന്നുകൂടി പേരുണ്ട്. വാരൺ, ആസി എന്ന് പറയുന്ന രണ്ട് ഘാട്ടുകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഘാട്ടുകൾ? ഗംഗ എന്ന് പറയുന്ന നദീതീരത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട് 80ഓളം പടവുകൾ കാശിയിൽ വാരാണസിയിലുണ്ട് അത്രേ. ആ ഘാട്ടുകളെയാണ് ആ പടവുകളെയാണ് ആ വാരാണസി എന്ന് പറയുന്ന നാമകരണത്തിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വാരാണസിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ബനാറസ് എന്നാണ് പേര്. ബനാറസ് എന്ന് പറഞ്ഞാൽ അത് പട്ടു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് ബനാറസ് എന്ന് പറയുന്ന പ്രയോഗം. ബനാറസ് എന്ന് പറയുന്ന ആ പട്ടു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന പേര് മുസ്ലിം സമൂഹത്തിന്റെ പേരാണ്. കാരണം അവിടെ സൗഹൃദത്തിന്റെ, സമന്വയത്തിന്റെ, പരസ്പരം വാങ്ങിയും കൊടുത്തും പങ്കുവച്ചും ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ കഥയാണ് യഥാർത്ഥത്തിൽ വാരാണസിക്ക് പറയുവാനുള്ളത്.
വാരാണസിയിലെ സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജിയായ അശുതോഷ് തിവാരി എന്ന് പറയുന്ന മനുഷ്യൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗ്യാൻവാബി മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം പരിശോധനയ്ക്ക് വിധേയമാക്കട്ടെ എന്ന് പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതിന്റെ നിലവറയിൽ ഹൈന്ദവ മതവിശ്വാസികളായ സഹോദരങ്ങൾക്ക് പൂജ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകുകയും ചെയ്യുമ്പോൾ അതിന്റെ പിന്നില് 5 സ്ത്രീകൾ സമർപ്പിച്ച ഹർജികളാണ് അതിന് കാരണമായത് എന്ന് പത്രദ്വാര നമ്മളൊക്കെയും അറിഞ്ഞിട്ടുണ്ട്. ആരാണ് 5 സ്ത്രീകൾ? അവരൊരിക്കലും വാരാണസിക്കാരായിട്ടുള്ളവരല്ല. ഡൽഹിയിൽ നിന്ന് വന്നിട്ട് വാരാണസിയിൽ താമസമാക്കുകയാണ്. വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാരാണ്. ആ നാട്ടിലുള്ള സാഹോദര്യത്തെയും സഹവർത്തിത്വത്തെയും സമന്വയബോധത്തെയും മനുഷ്യരുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ഇഴയെടുപ്പത്തെയും ഇല്ലാതാക്കണമെന്ന് ബോധപൂർവമായി ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരത്തില് ആ നാട്ടിനെ കലാപകലുഷിതമാക്കി പകയും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്ന സംഘർഷവും പോർവിളിയുമുള്ള ഒരു നാടാക്കി മാറ്റണമെന്ന വ്യക്തമായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നും വാരാണസിയിൽ വന്ന് താമസമാക്കുകയും വാരാണസിയുടെ മുനിസിപ്പൽ അവിടെയുള്ള കോടതിയിലേക്ക് സീനിയർ ഡിവിഷൻ കോടതിയിലേക്ക് ഹർജി സമർപ്പിക്കുകയും അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്ത് മറ്റൊരു മസ്ജിദിന്റെ ധ്വംസനത്തെ കൂടി രാഷ്ട്രീയമായ അജണ്ടയായി ഉയർത്തിക്കൊണ്ടുവന്ന് രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പും വൈര്യവും സാമുദായികമായ ധ്രുവീകരണവും സൃഷ്ടിച്ച് അധികാരത്തിന്റെ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളാണ് യഥാർത്ഥത്തിൽ ഗ്യാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. 6ാമത്തെ മുഗൾ രാജാവാണ് ഔറംഗസീബ് എന്ന് പറയുന്നയാൾ. ഔറംഗസീബാണ് ആ ക്ഷേത്രം തകർക്കുകയും പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്ന് നിരന്തരമായ വാദമുഖങ്ങൾ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 3ാമത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബർ ചക്രവർത്തി രാജാ മാൻസിംഗിന്റെ നേതൃത്വത്തിൽ അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടതായിട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ചരിത്രത്തിന്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബ്രാഹ്മണനായ നാരായണ ഭട്ടും രാജാ തോടും ചേർന്നിട്ട് അക്ബർ ചക്രവർത്തിയുടെ നിർദ്ദേശാനുസരണമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം പണിതുയർത്തിയത് എന്നാണ്. എന്നാൽ അതിനു മുമ്പ് സിക്കന്ദർ ലോധിയുടെയും ഇൽതുമിഷിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ റസിയ മസ്ജിദ് എന്ന പേരിൽ തന്നെ ഇന്ന് ഗ്യാൻവാബി മസ്ജിദ് നിലനിൽക്കുന്ന ഇടത്ത് മസ്ജിദ് നിലനിന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ പരതി നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആ ചരിത്രത്തിന്റെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭാഷണം തുടങ്ങുമ്പോൾ ഈ സംഭാഷണത്തിനിടക്ക് ചരിത്ര വസ്തുതകളിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാഷണത്തിന്റെ ഒഴുക്കിന് തടസ്സം വരും എന്നുള്ള കാരണം കൊണ്ട് ആ ചരിത്രത്തിന്റെ പേജുകളും അതിന്റെ കൃത്യമായ പരാമർശങ്ങളും നടത്തുന്നില്ല എങ്കിലും വളരെ കൃത്യമായും ചരിത്ര വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനിയും അവസാനിക്കാത്ത തരത്തിൽ ആ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുന്നുവെങ്കിൽ പണ്ട് രാജവാഴ്ചക്കാലത്ത് ആക്രമണങ്ങളുടെ പരമ്പര നിരന്തരമായി നടന്നുകൊണ്ടിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. അതൊരു മതവിരോധത്തിന്റെ പേരിൽ തകർക്കപ്പെട്ടതല്ല, മറിച്ച് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടത് രാഷ്ട്രീയമായ താൽപര്യങ്ങളും സാമ്പത്തികമായ താൽപര്യങ്ങളും മുൻനിർത്തിയിട്ടാണ് ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായ ബോധ്യമുണ്ട്. കാരണം രാജവാഴ്ചയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും മതവിരോധത്തിന്റെ പേരിലല്ല. കാരണം ഔറംഗസീബുമായി ബന്ധപ്പെട്ട ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു മതഭ്രാന്തനായിരുന്ന മനുഷ്യനായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം കാശി ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു വസ്തുതയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ക്ഷേത്രം തകർത്തു പള്ളി പൊളിച്ചതിന് ക്ഷേത്രം പൊളിച്ച് പള്ളി നിർമ്മിച്ചതിന് എവിടെയും നമുക്ക് തെളിവുകൾ കണ്ടെത്താൻ സാധ്യമല്ല എന്ന് ഊന്നി തന്നെ ഇവിടെ സൂചിപ്പിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. വാരാണസിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെല്ലുമ്പോ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരിടത്ത് പോലും ഈ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടാണ് ഔറംഗസീബ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നുള്ളതിന് ഒരു തെളിവും അവിടെയും കാണാൻ സാധ്യമല്ല. പക്ഷേ ഔറംഗസീബിന്റെ മതസഹിഷ്ണുതയ്ക്ക് എമ്പാടും തെളിവുകൾ ബനാറസ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രഖ്യാപനത്തിന്റെ അടയാളം ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുണ്ട്. അദ്ദേഹം കാശി ആക്രമിച്ചത് എന്തിനാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം ബനാറസ് യൂണിവേഴ്സിറ്റിയിലുള്ള ആ തെളിവുകളിലേക്ക് നമുക്ക് പോകാം എന്ന് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം
അദ്ദേഹം കാശി ആക്രമിക്കുവാനുള്ള കാരണം രാഷ്ട്രീയപരമായ കാരണങ്ങളാണ്, മതപരമായ കാരണങ്ങളല്ല. മതവിദ്വേഷത്തിന്റെ പേരിലല്ല അദ്ദേഹം കാശി ആക്രമിച്ചത്. പിന്നെ എന്തിനാണ് അദ്ദേഹം കാശി ആക്രമിച്ചത്? അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായ ധാരാ ഷുക്കോവ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം സംസ്കൃതം പഠിച്ചയാളാ, സൂഫി പാരമ്പര്യത്തിൽ വിശ്വാസമുണ്ടായിരുന്ന ആളാണ്, സൂഫി ജീവിതം നയിച്ചിരുന്ന ആളാണ്. ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ പ്രവൃത്തിപഥത്തെ രൂപപ്പെടുത്തിയെടുത്തൊരു മനുഷ്യനാണ്. എന്നാൽ ഔറംഗസീബ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം സുന്നി വിശ്വാസപ്രകാരം കടുത്ത മതവിശ്വാസിയായി മതഭക്തനായി ജീവിച്ചൊരു മനുഷ്യനാണ്. ലാളിത്യ ജീവിതം നയിച്ചയാളാണ്. ഖജനാവിൽ നിന്ന് പൈസ എടുക്കാതെ തുന്നിയുണ്ടാക്കുന്ന പണം കൊണ്ട് ജീവനം നടത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഔറംഗസീബ് എന്ന് പറയുന്ന ചക്രവർത്തി. ഔറംഗസീബിന് തന്റെ ജ്യേഷ്ഠ സഹോദരനോട് രാഷ്ട്രീയമായ വിയോജിപ്പുകളുണ്ട്, മതപരമായ വിയോജിപ്പുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ ധാരാ ഷുക്കോബ് എന്ന് പറയുന്ന ജ്യേഷ്ഠ സഹോദരന്റെ ഉപജാപ വൃന്ദങ്ങളും ഔറംഗസീബിന്റെ ഉപജാപ വൃന്ദങ്ങളുമുണ്ട്. രണ്ടുപേർക്കുമിടയിൽ വൈര്യമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും പരിശ്രമിച്ചതിന് നിരവധി ചെലവുകൾ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഔറംഗസീബ് എന്ന് പറയുന്ന നല്ല ഭരണാധികാരിയെ മതഭ്രാന്തനായി ചിത്രീകരിക്കുന്നതിന്റെ പിന്നിലും ധാരാ ഷുക്കോവിന്റെ ഒപ്പം നിന്ന അദ്ദേഹത്തിന്റെ ഉപജാപക വൃന്ദങ്ങൾക്ക് പങ്കുണ്ടാവാനുള്ള സാധ്യതകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും തള്ളിക്കളയുവാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് ധാരാ ഷുക്കോവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും അദ്ദേഹത്തിനുള്ള രാഷ്ട്രീയ വൈര്യവും കാരണമായിട്ട് അന്ന് അന്ധവിശ്വാസികളുടെ കൂടാരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഇടമായിരുന്നു കാശി. അത് ഏതെങ്കിലും മതത്തിന്റെ പേരിലുള്ള അന്ധവിശ്വാസമല്ല. എല്ലാ മതവിശ്വാസത്തിലും പെട്ടവർ അവിടെ പ്രവചനങ്ങൾക്ക് കീഴ്പ്പെട്ട് അവിടെയുള്ള അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതം കൂരിരുട്ടിൽ നയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് അതിന് തിരുത്തു നൽകേണ്ടിയിരുന്ന ധാരാ ഷുക്കോവ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം ജ്യേഷ്ഠ സഹോദരനായിരുന്നു ഔറംഗസീബിന്റെ. അദ്ദേഹത്തിന്റെ രാജാധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതെ അവർക്കൊപ്പം കൂടുകയും നിശബ്ദനാവുകയും ചെയ്ത് സൂഫി ജീവിതം നയിച്ച ആ മനുഷ്യനോടുള്ള രാഷ്ട്രീയമായ വിയോജിപ്പുകളുടെ പേരിൽ അദ്ദേഹം താമസിച്ചിരുന്ന കാശി പ്രദേശത്തേക്ക് ഔറംഗസീബ് പടയോട്ടം നടത്തുകയും ആ പടയോട്ടത്തിൽ സ്വാഭാവികമായിട്ടും രാജകീയമായ പടയോട്ടങ്ങളിൽ ചിലരൊക്കെ തകർക്കപ്പെടാറും ആക്രമിക്കപ്പെടാറുമുണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തതിന് തെളിവുകളില്ല എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ധാരാ ഷുക്കോവുമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒപ്പം ചേർന്ന ഉപജാപക വൃന്ദങ്ങൾ ഔറംഗസീബിനെ മതഭ്രാന്തനായി, ഭീകരനായി, ഹിന്ദു വിരോധിയായി ചിത്രീകരിക്കുന്നതിൽ വിജയിച്ചു എന്നാണ് പിൽക്കാലത്ത് എഴുതപ്പെട്ട ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ, സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്ന ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ശരി, നമ്മൾ അവിടെയുള്ള വാരാണസിയിലുള്ള ബനാറസ് ഹിന്ദു സർവകലാശാലയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഔറംഗസീബ് ക്ഷേത്രം തകർത്തിട്ട് പള്ളി വെച്ചതിന് യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ കാണാൻ സാധ്യമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവിന്റെ പകർപ്പ് എന്നും അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1658 ഫെബ്രുവരി 28 ഔറംഗസീബ് നടത്തിയ ഒരു ഉത്തരവിന്റെ പകർപ്പാണ് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ബ്രാഹ്മണരെയും പുരാതന ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ രാജകീയമായ ഉത്തരവ് ഇന്നും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ബ്രാഹ്മണരെ സംരക്ഷിക്കണമെന്ന് പറയുന്ന, ക്ഷേത്രം സംരക്ഷിക്കണമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ ക്ഷേത്രത്തെ തകർത്തു എന്ന് പറയുന്നത് എത്രമാത്രം അപഹാസ്യമായ ഒരു പ്രസ്താവനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയും അവസാനിക്കുന്നില്ല. ജംഗിപാടം എന്ന് പറയുന്ന മഠത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം സാമ്പത്തിക സഹായം ചെയ്തതിന്, ഭൂമി പതിച്ചു നൽകിയതിന് തെളിവുണ്ട്. കുമാരസ്വാമി മഠം അദ്ദേഹം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക ചെലവുകൾ വഹിച്ചതിന്, കേദാർ ക്ഷേത്രം അദ്ദേഹം നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം ചെയ്തതിന് ഒരുപാട് തെളിവുകൾ പ്രിയപ്പെട്ടവരെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ജംഗമ്പാടി മഠത്തിലെ രേഖകൾ ഇന്നും അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ജംഗമ്പാടി മഠത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും അതിന്റെ നിർമ്മാണ പ്രക്രിയകൾക്കും വേണ്ടിയിട്ട് സാമ്പത്തിക സഹായവും ഭൂമിയും പതിച്ചു നൽകിയതിന്റെ തെളിവുകൾ ജംഗമ്പാടി മഠത്തിൽ ഇന്നും സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സൂക്ഷിച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ആ തെളിവുകൾ 2019 അവിടെ സന്ദർശിച്ച യുപിയുടെ ഇന്നത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എടുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവിടുത്തെ മഠാധിപതികൾ അതിന് തയ്യാറാകാതെ ഇന്നും അവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വസ്തുത. എടുത്തുമാറ്റാൻ പറഞ്ഞു. കാരണം ഔറംഗസീബിനെ മതഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്, ഹിന്ദു വിരോധിയായിട്ട് ചിത്രീകരിക്കുകയാണ്. അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ
മനുഷ്യൻ സംഭാവന നൽകിയ ഭൂമിയിലാണ് ജംഗമ്പാടി മഠം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സംഘപരിവാറിന്റെ ആദർശങ്ങളും അവർ കെട്ടിപ്പടുത്തു വച്ചിരിക്കുന്ന കള്ളക്കഥകളുമൊക്കെ തകർന്നു തരിപ്പണമാകുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അതിനെയൊക്കെയും എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെയും അവസാനിക്കുന്നില്ല. ഗുവാഹട്ടിയിലെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട്, പാനാഥ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഔറംഗസേബ് ഭൂമി നൽകുകയും അതിനു വേണ്ടിയിട്ട് നിർവാണ അലകനാഥ് നിർവാണി എന്ന് പറയുന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 12 ഗ്രാമങ്ങൾക്ക് നികുതി ഒഴിവാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ചരിത്രം PN ഝാ അടക്കമുള്ള നിരവധി ചരിത്രകാരന്മാർ വളരെ കൃത്യമായി ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔറംഗസീബ് ഒരു ക്ഷേത്രം തകർക്കുകയും അവിടെ പള്ളുവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു കടുത്ത മതവിശ്വാസിയായിരുന്നു. ഒരു കടുത്ത മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്യന്റെ ഭൂമി പിടിച്ചെടുത്തിട്ട് അവിടെ നിങ്ങൾ എത്ര നമസ്കാരം നിർവഹിച്ചിരുന്നാലും ശരി, ആ നമസ്കാരങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രസക്തിയില്ല, ആ നമസ്കാരങ്ങൾ സ്വീകാര്യോഗ്യമല്ല എന്ന് പറയുന്ന മതത്തിന്റെ സിദ്ധാന്തങ്ങളെ നെഞ്ചിലേറ്റിയിട്ട് അടിയുറച്ച വിശ്വാസിയായി ജീവിച്ച ഔറംഗസീബിനെ പോലുള്ളൊരു മനുഷ്യൻ ക്ഷേത്രം തകർത്തു എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് നടത്തുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ജിഹാദിനെ പ്രണയവുമായി ചേർത്തിട്ട് അപഹാസ്യമായി പുതിയ ലോകത്ത് പ്രചരിപ്പിക്കുന്നത് പോലെയുള്ളൊരു കള്ളക്കഥയായിട്ട് മനസ്സിലാക്കാൻ മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു മതവിശ്വാസിയാണ്. അദ്ദേഹം നിർമ്മിച്ച ആ ഗ്യാൻവാബി മസ്ജിദിന് ആലംഗീരി മസ്ജിദ് എന്നുകൂടി പേരുണ്ട്. കാരണം അത് ഔറംഗസീബ് നിർമ്മിച്ച പള്ളിയായതുകൊണ്ട് ഔറംഗസീബിന്റെ പള്ളി എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ആ പള്ളി ഒരിക്കലും അദ്ദേഹം അങ്ങനെ ക്ഷേത്രം തകർത്തു നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെയും വസ്തുതകളുടെയും ഒന്നും അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം അദ്ദേഹത്തിന്റെ മതവിശ്വാസം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് നമസ്കരിക്കുന്നതിനും വിശ്വാസത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം പള്ളി പണിതത് എങ്കിൽ ഒരിക്കലും ആ പള്ളിയിലുള്ള നമസ്കാരം അത് പിടിച്ചുപറിച്ച ഭൂമിയിലാണെങ്കിൽ, മറ്റൊരാളുടെ ആരാധനാലയം തകർത്ത ഭൂമിയിലാണെങ്കിൽ അതൊരിക്കലും സാധുവാകില്ല എന്ന് വിശ്വസിക്കുന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ക്ഷേത്രം തകർത്തിട്ട് പള്ളി വെച്ചു എന്ന് പറയാൻ സാധിക്കുക? അതിനും മാത്രം അപ്പുറത്ത് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന തെളിവുകൾ പ്രകാരം അദ്ദേഹം ബ്രാഹ്മണരെയും പുരാതന ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ചരിത്രം പറയുന്നത് 1669 ഔറംഗസീബ് ചക്രവർത്തി അവിടെ ക്ഷേത്രം നിർമ്മിച്ചതിന്റെ ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് അവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് തന്നെ എന്നാണ്. പക്ഷേ ചരിത്രത്തിൽ മുമ്പും അവിടെ ക്ഷേത്രങ്ങൾ, ഒരു ഗുജറാത്തി വ്യാപാരി അടക്കം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിനും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയപരമായ, ക്ഷേത്രം മാത്രമല്ല പള്ളിയും തകർക്കപ്പെട്ടിട്ടുണ്ട്. അത് രാഷ്ട്രീയമായ കാര്യത്തിന്റെ പേരിലാണ്, മതപരമായ കാര്യത്തിന്റെ പേരിലല്ല. പക്ഷേ ക്ഷേത്രം തകർത്തു പള്ളി വെച്ചു എന്ന് പറയുന്നതിന് ഒരു തരത്തിലുമുള്ള തെളിവില്ല എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇവിടെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതാരാണ്? ബുദ്ധവിഹാരങ്ങൾ തകർക്കുന്നതാരാണ്? പള്ളികൾ തകർക്കുന്നതാരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചൊരു പദ്ധതി ഉണ്ടല്ലോ, വിശ്വനാഥ കോറിഡോർ എന്ന് പറയുന്ന ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് 248 ശിവലിംഗങ്ങളെയും ചെറുക്ഷേത്രങ്ങളെയും തകർത്തത് എന്ന് ഇതേ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവിടുത്തെ പൂജാരി ഈ തൊട്ടടുത്ത സമയത്ത് തുറന്നു പറഞ്ഞല്ലോ, അതിൽ നിന്നും കണ്ടുകിട്ടിയ ഏതാനും ചില വിഗ്രഹങ്ങൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അവിടെയാണ് പൂജ നടത്തുന്നത്. കാരണം 248ഓളം വരുന്ന ശിവലിംഗങ്ങളെ തകർത്തു തരിപ്പണമാക്കിയത് പള്ളി തകർത്തിട്ട് ക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറയുന്നവർ, ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിച്ചത് എന്ന് പറയുന്നവരാണ് 248ഓളം വരുന്ന ശിവലിംഗങ്ങൾ തകർത്തു തരിപ്പണമാക്കിയത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ കള്ളങ്ങൾ നിരന്തരമായി പ്രചരിപ്പിച്ച് അസത്യങ്ങൾ പടുത്തുയർത്തുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടക്കുകയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാശി വിശ്വനാഥ കോറിഡോറിന്റെ പേരിൽ അവിടെ നിരന്തരമായിട്ട് ശിവലിംഗങ്ങൾ അന്യാധീനപ്പെടുത്തപ്പെടുകയും അവിടെയുള്ള ചെറുക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ചെയ്യുന്നവർ എത്ര മനസ്താപമില്ലാതെയാണ് രാജ്യത്ത് കലാപം സൃഷ്ടിക്കുവാനും അധികാരം ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് നിർബാധം ആരാധന നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതേതര സമന്വയത്തിന്റെ ഉജ്ജ്വല ഭൂമികയായ വാരാണസി എന്ന് പറയുന്ന പ്രദേശത്ത് കലാപ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരൻ
സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അന്യായമായിട്ട് ഭൂമി കയ്യേറി നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിൽ ഒരു പള്ളിയും ഒരു മദ്രസയും ഇന്ന് തകർക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കലാപം ആളിക്കത്തുകയാണ്. 4 മനുഷ്യർ മരണപ്പെട്ടു എന്നാണ് വാർത്ത. 250 പേർക്ക് പരിക്കേറ്റു എന്നാണ്. പ്രിയപ്പെട്ടവരെ, രാജ്യത്തിലെ മനുഷ്യർ പരസ്പരം തമ്മിലടിക്കുകയാണ്. മതത്തിന്റെ പേരിൽ അവർ പോർവിളി നടത്തുന്നു, വിദ്വേഷം വെച്ചു പുലർത്തുന്നു, വെറുപ്പ് നിരന്തരമായി പ്രചരിപ്പിക്കപ്പെടുന്നു. ആരാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, രാജ്യത്തിനൊരു നിയമമുണ്ട്. നമുക്കറിയാം, ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന 1991 നിയമമുണ്ട്. രാജ്യത്തിന്റെ പാർലമെന്റ് ഒന്നടങ്കം പാസാക്കിയ ഒരു നിയമമാണ്. രാജ്യത്ത് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. പലയിടങ്ങളിലും പല ക്ഷേത്രങ്ങളും പള്ളികളും തകർക്കപ്പെട്ടിട്ടുണ്ട്, ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ തകർക്കപ്പെട്ട സാംസ്കാരിക സങ്കര ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ ആരുടെയൊക്കെ കയ്യിലാണോ ആരാധനാലയങ്ങളുള്ളത്, അതേ ആരാധനാലയങ്ങൾ അവരുടെയൊക്കെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം. അത് അവരുടേതായി തന്നെ നിലവിലെ സ്റ്റാറ്റസ് തുടരുമെന്ന് പറയുന്നു. 1991 നിയമം പാസാക്കിയതിന്റെ പിറ്റേ വർഷമാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. ബാബരി മസ്ജിദിന് ആ നിയമം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഖ്യാൻബാബിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ നഗ്നമായ ലംഘനമാണ്, നിയമത്തിന്റെ ലംഘനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇവിടെ ഒരുപാട് ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ടിട്ടില്ലേ? ഇവിടെ പലരും പറഞ്ഞതുപോലെ ശബരിമല പോലും ബുദ്ധവിഹാരമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രമടക്കം കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളായിരുന്നു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്ന ബൗദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോ ആ ക്ഷേത്രങ്ങളൊക്കെ തകർക്കണമെന്നാണോ? നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഇവിടെ ആരെങ്കിലും ഒരു വീട്ടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഈ വീട്ടിന്റെ അടിയിൽ എന്റെ ദേവസങ്കല്പങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ വീട് കുടിച്ചു മാറ്റണമെന്ന് പറയുന്നത് എത്രമാത്രം അപഹാസ്യകരമായ സംവിധാനമാണ്. ഊഹാപോഹങ്ങളുടെയും കെട്ടുകഥകളുടെയും അടിസ്ഥാനത്തിലല്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത് റവന്യൂ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഭൂമിക്ക് റവന്യൂ എനിക്ക് നൽകിയിട്ടുള്ള തെളിവുകൾ, അതിന്റെ എവിഡൻസുകൾ, അതാണ് കോടതിയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളോ ആധാരമാക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം. കെട്ടുകഥകളും അമർചിത്രകഥകളും ഊഹാപോഹങ്ങളും അല്ല ഒരിക്കലും രാജ്യത്തിലെ പൗരന്മാരുടെ ആരാധനാലയങ്ങൾ നിശ്ചയിക്കാനോ രാജ്യത്തിന്റെ മറ്റേതൊരു കാര്യത്തിനോ കെട്ടുകഥകളോ മറ്റോ ഒരിക്കലും അതൊന്നും അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിധി പറയാനോ വിധി പ്രഖ്യാപിക്കുവാനോ പാടില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജീവിക്കുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാമല്ലോ, വിഭജന സമയത്ത് പള്ളി തകർക്കപ്പെട്ടു. വിഭജന സമയത്ത് പള്ളി തകർക്കപ്പെട്ടപ്പോഴാണ് ബിർള ഹൗസില് തന്റെ ആശ്രമത്തില് ബഹുമാന്യനായ മഹാത്മാഗാന്ധി ഉപവാസമിരുന്നത്. മഹാത്മാഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞുവല്ലോ, അദ്ദേഹം ഉപവാസം ആരംഭിച്ചപ്പോഴാണ് പൂണെയിൽ നിന്ന് 2 മനുഷ്യർ വന്നത്, തോക്കുമായി വന്നത്. ആ തോക്കുമായി വന്നിട്ട് അവർ രണ്ടുപേരും ചേർന്ന് നിരന്തരമായ ഗൂഢാലോചനകൾക്കൊടുവില് ബിർള ഹൗസിന്റെ മുന്നിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രകാശത്തിന്റെ നെഞ്ചിലേക്ക് 3 തവണ വെടിവെച്ചിട്ട് ആ മനുഷ്യനെ കൊന്നുകളഞ്ഞത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു ആദർശത്തിന്റെ പേരിലായിരുന്നു. ആദർശത്തിൽ അദ്ദേഹം ഒരു പ്രത്യേക മത ന്യൂനപക്ഷത്തിന്റെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്ന വിഭജനത്തിന്റെ പേര് പറഞ്ഞ് ആ ജനവിഭാഗത്തിന്റെ ചോരപ്പിടകൾ ഒഴുക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ വ്യവഹാര വ്യവസ്ഥകളെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ടു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന് തന്റെ ജീവനെ പകരമായി നൽകേണ്ടി വന്നത്. അദ്ദേഹം അന്ന് നിരാഹാരം തുടങ്ങിയപ്പോ രാജ്യത്തിന്റെ ഭരണകൂടം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ ആ കൊച്ചു മനുഷ്യന്റെ കട്ടിലിന്റെ സമീപം ഒരു വട്ടമേശ സമ്മേളനം പോലെ കൂടിയിരുന്നു ഗാന്ധിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അന്ന് ഗാന്ധി മരിച്ചോട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ബിർള ഹൗസിന്റെ മുന്നിലൂടെ കടന്നുപോയൊരു ജനവിഭാഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗാന്ധി മരിച്ചോട്ടെ, ഗാന്ധിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചിട്ട് നിരാഹാര സത്യാഗ്രഹത്തിലൂടെ രാജ്യത്തിന്റെ വിമോചന പോരാട്ടത്തിൽ
പോരാട്ടത്തിന് കരുത്തു പകർന്ന ഏറ്റവും ശക്തനായ ഒരു കുറിയ മനുഷ്യൻ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചത് ആരായിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം. ഗാന്ധി മരിച്ചോട്ടെ. ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും എഴുതിയ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ പരിശോധിച്ചോ? ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരാണ് ഗാന്ധി മരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചത്. ആരാണ് ഗാന്ധി മരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് രാജ്യവ്യാപകമായി മാത്രമല്ല ഗാന്ധി കിടക്കുന്ന ബിർലാ ഹൗസിന്റെ സമീപത്ത് വന്നിട്ട് മുദ്രാവാക്യം വിളിച്ചപ്പോ മരണത്തെ കാത്തു കിടക്കുന്ന ആ മനുഷ്യന്റെ ചെവിയിലേക്കും ആ ശബ്ദമെത്തി. പ്യാരിലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട് അദ്ദേഹം ചോദിച്ചു, എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് ആ ശബ്ദം? പ്യാരിലാൽ ആദ്യമൊന്നും അടിച്ചെങ്കിലും രണ്ടാമത് തുറന്നു പറഞ്ഞു, ഗാന്ധി മരിച്ചോട്ടെ എന്നാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. ഗാന്ധി എന്ന് പറയുന്ന ആ മനുഷ്യൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് എന്നറിഞ്ഞിട്ടും അദ്ദേഹം തന്റെ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറായില്ല. ഒടുവിൽ രാജ്യത്തിന്റെ ഭരണകൂടം ആ മനുഷ്യൻ കിടക്കുന്ന കട്ടിലിന്റെ സമീപത്ത് വന്നിട്ട് ഭരണകൂടത്തിന്റെ അടിയന്തരമായ മീറ്റിംഗ് കൂടി അദ്ദേഹത്തിനെ രക്ഷിക്കാൻ രാജ്യത്തിലെ നാനാഭാഗം ജനങ്ങളും എല്ലാ ഭാഗത്തും ഓടിയിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി രാജ്യത്തെ കലാപം അവസാനിക്കട്ടെ, പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിർത്തട്ടെ എന്ന് അവര് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരക്കം പായുമ്പോ രണ്ടുപേരു മാത്രമാണ് അതിൽ ഒപ്പിടാതിരുന്ന നേതാക്കന്മാർ. ആ രണ്ടുപേരാരായിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്കറിയുമല്ലോ. അവരെ പ്രതിനിധീകരിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് ഇന്നും പള്ളി തകർക്കുവാനുള്ള വ്യഗ്രത പൂണ്ടിട്ട് രാജ്യമൊട്ടാകെ കറങ്ങി നടക്കുന്നത്. അയോധ്യ സിർഫ് ജാൻകി ഹേ, കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നവരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഗാന്ധി അദ്ദേഹത്തിന്റെ സമവായ ശ്രമങ്ങളുടെ പേപ്പറിൽ ഒപ്പുവെച്ചിട്ട് ഗാന്ധി പറഞ്ഞ അവകാശങ്ങൾ, ഗാന്ധി പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച രണ്ടുപേർ പിന്നീട് അവർ സമ്മതിച്ചു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ട് സമ്മതിച്ചുവെങ്കിലും ഗാന്ധി മരിച്ചോട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോ ഡൽഹിയിലേക്ക് വന്നിട്ട് വ്യത്യസ്തമായ ഹോട്ടലുകളിൽ മാറി താമസിച്ചിട്ട് കൈത്തോക്ക് സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മനുഷ്യൻ പ്രതിനിധീകരിച്ച പ്രത്യേക ശാസ്ത്രം ഗാന്ധി വിരുദ്ധമായ പ്രത്യേക ശാസ്ത്രമാണ്. ആ ഗാന്ധി വിരുദ്ധമായ പ്രത്യേക ശാസ്ത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ, നമ്മുടെ ജനാധിപത്യം പറയുന്ന, ഭരണഘടന പറയുന്ന അവകാശങ്ങളെ ജാഗ്രതയോടുകൂടി നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. ജനാധിപത്യമാണ് ഈ രാജ്യത്തിന്റെ അന്തസ്സത്ത എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. മതേതരത്വമാണ് ഈ രാജ്യത്തെ പിടിച്ചു നിർത്തുന്ന ജീവനാടി എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമുണ്ട്. നമുക്കറിയാം, ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭൂമി കുഴിച്ചു നോക്കാൻ നിൽക്കുകയാണെങ്കിൽ ആരുടെയൊക്കെ ഭൂമിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കിളച്ചു പറിക്കുക? ആ ഭൂമി കിളച്ചു പറിക്കാനല്ലാതെ മറ്റെന്തെങ്കിലും സമയം നമുക്ക് ബാക്കിയുണ്ടാവുമോ? കാരണം സവർണ കാലഘട്ടത്തിൽ പുഷ്യാമിത്ര ശുങ്കൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ നേതൃത്വത്തിൽ 84,000-ഓളം ബുദ്ധവിഹാരങ്ങൾ തകർത്തു തരിപ്പണമാക്കപ്പെട്ടു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പുഷ്യാമിത്ര ശുങ്കന്റെ നേതൃത്വത്തിൽ അവിടെയും അവസാനിക്കുന്നില്ല. ഇനിയും പുഷ്യാമിത്ര ശുങ്കന്റെ നേതൃത്വത്തിൽ 84,000 പള്ളികൾ തകർത്തു തരിപ്പണമാക്കപ്പെട്ടു. 84,000 പള്ളികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തകർത്തു തരിപ്പണമാക്കപ്പെട്ടു. അതിന് മുമ്പ് ശശാങ്കൻ എന്ന് പറയുന്ന ബ്രാഹ്മണ രാജാവിന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ടു. പുഷ്യാമിത്ര ശുങ്കന്റെ നേതൃത്വത്തിൽ 84,000 ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ ബ്രാഹ്മണ രാജാവായിരുന്ന ആനന്ദവർമ്മ ചോട്ടാ ഗൗഡയുടെ നേതൃത്വത്തിലും ഇന്നത്തെ പുരി ജഗന്നാഥ ക്ഷേത്രമടക്കമുള്ള ക്ഷേത്രങ്ങൾ ബുദ്ധവിഹാരം തകർത്തതിന്റെ ശേഷമുണ്ടാക്കിയതാണ് എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആരാധനാലയങ്ങൾ തകർത്ത രാജാക്കന്മാരുടെ പ്രവണതകൾ അതൊക്കെ കാലം മറന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ കാര്യങ്ങളെയൊക്കെ വീണ്ടും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കും വിരുദ്ധമായിട്ട് കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എവിടെയൊക്കെയാണ് നമ്മൾ കിളച്ചുമറിക്കേണ്ടി വരിക? എവിടെയൊക്കെയാണ് നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗവേഷണങ്ങൾ നടത്തേണ്ടി വരിക? എവിടെയൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസമാധാനം ഉണ്ടാവുക? എവിടെയൊക്കെയാണ് പരസ്പരം വൈര്യമുണ്ടാക്കുക? ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ബനാറസ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്ത് ബനാറസ് എന്ന് പറയുന്ന പട്ട് നിർമ്മിക്കുന്ന ആ കോസ്റ്റ്യൂം ഉണ്ടാക്കുന്നതിൽ അധികം ആൾക്കാരും മുസ്ലിം സമൂഹമാണ്. അവിടെ നടക്കുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവർ, അവിടെയുള്ള മുഴുവൻ കോസ്റ്റ്യൂമുകളും നിർമ്മിക്കുന്നത് മുസ്ലിം ജനവിഭാഗമാണ്. അവിടെ
വലിയ സൗഹൃദമാണ്, അയോധ്യയിലും വലിയ സൗഹൃദമാണ്. അയോധ്യ എന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലോ, യുദ്ധമുണ്ടാകാൻ പാടില്ലാത്ത ഇടം എന്നാണ് അയോധ്യയെ സംബന്ധിച്ച് പറയുന്നത്. അയോധ്യയിലും വളരെ സമാധാനപൂർവമായിട്ടുള്ള ഒരു ഇടപഴകൽ നിലനിന്ന സ്ഥലമാണ്. അവിടെ ജനങ്ങൾ കണ്ടുമുട്ടുമ്പോ ജയ് റാംജി, ജയ് സിയാറാം, രാമൻ ജയിക്കട്ടെ, സീത ജയിക്കട്ടെ എന്നാണ് അവർ പരസ്പരം പറയുക. അതിന്റെ ഫിഖ്ഹും കർമ്മശാസ്ത്രവും ഒന്നും നമ്മൾ അന്വേഷിക്കണ്ട. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളമായിട്ടാണ് അത് പരിചയപ്പെടുത്തുന്നത്. അവിടത്തെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നത് ആരാണ്? വിഗ്രഹങ്ങൾക്ക് തലപ്പാ ഉണ്ടാക്കിയിരുന്നത് ആരാണ്? വിഗ്രഹങ്ങൾക്ക് പുഷ്പ മംഗല്യം ചാർത്തുന്നതിന് വേണ്ടി, പുഷ്പ വൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങൾ നൽകിയിരുന്നത് ആരാണ്? അതൊക്കെയും അയോധ്യയിൽ മുസ്ലിം ജനസാമാന്യമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സൗഹൃദം നിലനിന്ന ഇടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അയോധ്യ എന്ന് പറയുന്ന പ്രദേശം. ആ അയോധ്യയാണ് പിന്നീട് രാജ്യത്തെ വിഭജിക്കപ്പെടുന്നതിന് സമാനമായ നിലയിൽ മനുഷ്യർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന ഒരു കേന്ദ്രമായി മാറുന്ന ഇന്നവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ഹൈന്ദവ മതവിശ്വാസികളുടെ പേരിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജ്യത്തെ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം മനുഷ്യരും അതിൽ വിഷമിക്കുന്നുണ്ടാകും. കാരണം ശ്രീരാമൻ എന്ന് പറയുന്ന, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ശ്രീരാമൻ, സ്നേഹത്തിന്റെയും കുടുംബ മഹിമയുടെയും മനോഹരമായ ഇതിഹാസങ്ങൾ സമൂഹത്തിന് സമ്മാനിച്ചൊരു മനുഷ്യനാണ് ശ്രീരാമൻ. ആ ശ്രീരാമന്റെ കഥ നമ്മൾ കേട്ടിട്ടുള്ളത്. വിഭീഷണൻ ഒരിക്കൽ ശ്രീരാമനോട് ചോദിച്ചു, രാവണനുമായി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാ ചോദിച്ചത്. ശ്രീരാമ ഭഗവാനോടാണ് അദ്ദേഹം ചോദിച്ചത്, നിങ്ങളിങ്ങനെ കുതിരയില്ലാതെ, രഥമില്ലാതെ, ചെരുപ്പ് ധരിക്കാതെ പോയാൽ രാവണൻ എന്ന് പറയുന്ന സർവായുധ വിഭൂഷിതനായ മനുഷ്യനോട് എങ്ങനെയാണ് പോരാടാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാനവിക മൂല്യങ്ങളാണ് എന്റെ രഥവും എന്റെ കുതിരയും എന്റെ കടിഞ്ഞാണും എന്നൊക്കെ പറഞ്ഞ ഒരു ശ്രീരാമനെയാണ് നമുക്ക് പരിചയമുള്ളത്. ആ ശ്രീരാമനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ വാൽമീകി തന്നെ മനംമാറ്റമുണ്ടായി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുട്ടിട്ട ഒരു ശോകം, ക്രൗഞ്ചവിധനങ്ങളിൽ ഒന്നിനെ വേട്ടയാടി ചോര തെറിച്ചു പോയ ക്രൗഞ്ചവിധനത്തിന്റെ സമീപത്ത് മറ്റേ ഇണക്കുരുവിയെ കൂടി വേട്ടയാടാൻ ശ്രമിച്ച കാട്ടാളന്റെ കൈപിടിച്ചിട്ട് മാനിഷാധ, അരുത് കാട്ടാള, മാനിഷാദ പ്രതിഷ്ഠാന്ത വാമശാശ്വതീ സമയത് ക്രൗഞ്ചവിധിനാദേകം അവധി കാമമോഹിത എന്ന് പറയുന്ന ഉജ്ജ്വലമായ സ്നേഹത്തിന്റെ ശോകം. ആ ശോകമാണ് ശ്ലോകമായത്. അങ്ങനെയാണ് ശ്രീരാമനെ നമ്മൾ അറിയുന്നത്. മനുഷ്യന്റെയും കുരുവിക്കുഞ്ഞിന്റെയും സ്നേഹത്തിൽ നിന്നാണ്. ഒരു തുള്ളി ചോര പോലും അകാരണമായി ഒഴുകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്നേഹമാണ് ശ്രീരാമനെ നമുക്ക് പരിചയപ്പെടുത്തിയത്. പക്ഷേ അതൊരു വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒരു കൊലപാതക മുദ്രാവാക്യമായി മാറുന്ന ഇടത്തേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ സമാധാനമുണ്ടാകണം, ഇവിടെ സ്നേഹമുണ്ടാകണം, ഇവിടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഉജ്ജ്വലമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് രാജ്യം മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടണം. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ബുദ്ധവിഹാരങ്ങൾ മാത്രമല്ല ഇവിടെ തകർക്കപ്പെട്ടിട്ടുള്ളത്, ഇവിടെ പള്ളിയിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഹരിയാനയിലുള്ള ഖിൽജി ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇന്നൊരു ക്ഷേത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലെ ഖിൽജി ജുമാ മസ്ജിദ് ഇന്ന് ക്ഷേത്രമായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഫറൂഖ് നഗറിലെ മസ്ജിദ് ഇന്ന് ക്ഷേത്രമായി നിലനിൽക്കുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഫിറോസ് ഷാ തുഗ്ലക്ക് നിർമ്മിച്ച അനാഷിർ എന്ന് പറയുന്ന ക്ഷേത്രം, അത് ഹരിയാനയിലാണ്, അതിന്ന് ക്ഷേത്രമാണ്. തോണിപ്പട്ടിലെ മസ്ജിദ് ഇന്ന് ക്ഷേത്രമായി നിലനിർത്തുകയാണ്. അതൊക്കെയും പള്ളി തകർത്തിട്ട് ക്ഷേത്രമാക്കിയതാണ്. അതൊക്കെയും പുനർനിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ നിയമ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി പോകും. രാജ്യത്ത് പ്രശ്നമുണ്ടാകും. ഇത്തരത്തിൽ പലപ്പോഴും രാജ്യത്തിന്റെ മുൻകാല ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന അധിനിവേശ ശക്തികളൊക്കെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ എല്ലാ മതവിഭാഗത്തിലുമുള്ള രാജാക്കന്മാരുണ്ട്. അവര് നടത്തിയിട്ടുള്ള ആക്രമണത്തിന്റെയൊക്കെ ഭാഗമായിട്ട് പലതും തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാക്കി കുത്തിപ്പൊക്കി മനുഷ്യർക്കിടയിൽ വിഭാഗീയതയും വിഭജനവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എന്താണ് പ്രസക്തി? നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് എന്താണ് പ്രസക്തി? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിക്കപ്പെടുമ്പോഴേക്കും കുഴിച്ചു നോക്കുകയും കിളച്ചു പറിക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുവെങ്കിൽ ഇവിടെയൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കിളച്ചു പറിക്കേണ്ടി വരിക. അതുകൊണ്ട് ഈ രാജ്യം അത് ഉയർത്തിപ്പിടിക്കുന്ന മാനവികമായ മഹിതമായ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമങ്ങൾക്ക് എല്ലാവരും പങ്കാളികളാകണം. എല്ലാ മനുഷ്യരും പങ്കാളികളാകണം. ഒരാളും മാറി നിൽക്കാൻ പാടില്ല.
ഒരാളും അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ പാടില്ല. എല്ലാവരും ഒരുമിച്ചാണ് രാജ്യത്തെ കെട്ടിപ്പടുക്കേണ്ടത്. രാജ്യത്തിന്റെ മഹത്വപൂർണമായ ഭാവിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഗ്യാൻവാബി മസ്ജിദുമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെയും അപഹാസ്യമായ കഥകൾ, യാതൊരു പിൻബലമില്ലാതെ അവിടെ പാർവതിയുടെ ചിത്രം ക്ഷേത്രത്തിന്റെ മതിലിൽ കണ്ടു എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് ഹൗലിൽ ഒരു ശിവലിംഗം കണ്ടു, അത് പിന്നീട് ഫൗണ്ടനാണെന്ന് അവിടുത്തെ ഭാരവാഹികൾ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പറമ്പ് കിളച്ചാൽ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ലോകം മറന്ന, രാജ്യം മറന്ന സംഭവ പരമ്പരകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ വിഭജനത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ പാകാനുള്ള ശ്രമം അപകടകരമായ നിലയിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ല. അതുകൊണ്ട് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഇത്തരത്തിൽ നടക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ഏകാധിപത്യ സ്വഭാവമുള്ള പ്രവണതകൾക്കെതിരെ ശക്തമായി രംഗത്തിറങ്ങണം എന്ന് മാത്രമാണ് പറയുവാനുള്ളത്.